ഡൽഹിയിൽ ഗതാഗത മന്ത്രിയും ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടി വിട്ടു എന്നൊരു വാർത്ത കൂടി വരുന്നു. പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രാജി. അർജുൻ പിതാമനുണ്ട്. അർജുൻ, എന്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്നതാണ്? എന്തെങ്കിലും വലിയ പ്രതിസന്ധി ആം ആദ്മി പാർട്ടിയെ ഗ്രസിക്കുന്നുണ്ടോ? രതീഷ്, പാർട്ടിക്കകത്ത് തന്നെയുള്ള വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കൈലാഷ് ഗെഹ്ലോട്ടിന്റെ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന് അയച്ചിരിക്കുന്ന ഈ ആം ആദ്മി പാർട്ടി കൺവീനർക്ക് അയച്ചിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിയിലെ അംഗത്വം മാത്രമല്ല, മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ MLA സ്ഥാനവും രാജിവെച്ചുകൊണ്ടാണ് ആ കാര്യം വ്യക്തമാക്കിയിട്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്ന വിമർശനം ആം ആദ്മി സർക്കാരിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും അദ്ദേഹം നടത്തുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് ആൾക്കാരെ സേവിക്കുന്നതിന് പകരം, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിന് പകരം പാർട്ടിക്കകത്തെ നേതാക്കൾക്ക് സ്ഥാനമോഹങ്ങൾക്ക് പിന്നാലെ പോകാനാണ് താല്പര്യം. അങ്ങനെയായി മാറിയിരിക്കുന്നു. അത് പാർട്ടിയുടെ തന്നെ അന്തസ്സത്തെയും പാർട്ടിയുടെ തന്നെ മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല, സമീപകാലത്ത് ആം ആദ്മി സർക്കാരിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്ന ഈ ഒരുപാട് വിവാദങ്ങൾ, അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സുമടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഒന്ന് മദ്യനയ അഴിമതി കേസാണ്. മറ്റൊന്ന് ഈ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതി, അതിപ്പോൾ അതിഷിയുടെ കൂടി വസതിയാണ്, ശീഷ് മഹൽ എന്ന് ഡൽഹി സർക്കാർ പേരിട്ട് വിളിക്കുന്നത്. ആ വസതിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവാദങ്ങൾ, ഒപ്പം തന്നെ നിലവിൽ ഡൽഹിയിൽ തുടരുന്ന ഈ വായു മലിനീകരണവും അതുപോലെ തന്നെ യമുന നദിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടും നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ, അതിലെല്ലാം തന്നെ ജനങ്ങൾക്ക് നൽകിയ ഉത്തരവാദിത്തം, ഉറപ്പ്, അതൊന്നും പാലിക്കപ്പെടാതെ വലിയ രീതിയിൽ ആം ആദ്മി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത്. ശരി, അർജുൻ പീതാമന് ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യം, രാജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.